ഇപ്പം ഡിസ്കസ് ദ ട്രാൻസ്ഫർമേഷൻ W ഈക്വൽ ടു 1/z. ഇത് ചെയ്യുമ്പം ആദ്യം എന്ത് ചെയ്യുക, തന്നിട്ടുള്ള W ഈക്വൽ ടു 1/z എഴുതാം. ബാക്കി എല്ലാ കേസിലും നമ്മൾ എന്താ ചെയ്തത്, ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് W ഈക്വൽ ടു u പ്ലസ് ഐ വി ആണ്, z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഡയറക്റ്റ് ഇവിടെ വാല്യൂ കൊടുക്കുമായിരുന്നു കഴിഞ്ഞ 3 കേസിലും ചെയ്യുന്നത്. പക്ഷെ 1/z കേസ് ആണെങ്കിൽ ഇതിനെന്ത് ചെയ്യുക, ഒന്ന് ഈ അടിയിലുള്ള സെറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ഈ ഡബ്ല്യുവിനെ താഴോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും, സെറ്റ് ഈക്വൽ ടു 1/w എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിന് എക്സ് പ്ലസ് ഐ വൈ എന്നും ഡബ്ല്യുവിന് യു പ്ലസ് ഐ വൈ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു 1/u പ്ലസ് ഐ വി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നോക്ക്, ഇവിടെ ഡിനോമിനേറ്ററിലാണല്ലോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് കോൺജുഗേറ്റ്, അതായത് യു പ്ലസ് ഐ വിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ഇതിനെ താഴെയും മേലെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, യു പ്ലസ് ഐ വിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പം യു മൈനസ് ഐ വി ഡിവൈഡഡ് ബൈ ഓൾറെഡി ഇവിടെയുള്ള യു പ്ലസ് ഐ വി, മേലെ മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ യു മൈനസ് ഐ വി കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ എക്സ് പ്ലസ് ഐ വൈ തന്നെ. ഇനി നോക്ക്, ഇനി ഈ സൈഡിൽ യു മൈനസ് ഐ വി ഡിവൈഡഡ് ബൈ, ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമില ഉള്ളത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് യു സ്ക്വയർ, പിന്നെയോ ബിയുടെ സ്ഥാനത്ത് ഐ വി സ്ക്വയർ, ഐ വി ഹോൾ സ്ക്വയർ. ഇനി ഐ വി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ആണ്. അപ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്, മൈനസ് വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിൻ്റെ കൂടെ മൈനസ് വി സ്ക്വയർ എന്ന് വരുമ്പോൾ അത് എന്തായി മാറി, യു മൈനസ് ഐ വി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ, മൈനസും മൈനസും വരുമ്പം പ്ലസ് വി സ്ക്വയർ എന്നായി. ഇനി എന്ത് ചെയ്യുക, ഇതിപ്പോൾ മുകളിലിപ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ആയല്ലോ. അപ്പോൾ ഇതിന് റിയൽ പാർട്ട് വേറെ ഇമാജിനറി പാർട്ട് വേറെ ആയിട്ട് ഇതിനൊന്ന് മാറ്റി എഴുതുന്നത് എന്ന് വെച്ചാൽ യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. ഇപ്പുറത്തെ സൈഡിൽ ആരുണ്ട്, എക്സ് പ്ലസ് ഐ വൈ ഉണ്ട്. ഇതും ഇപ്പോൾ ഒരു കോംപ്ലക്സ് ഫോമാണ്, ഇത് മൊത്തം ഒരു കോംപ്ലക്സ് ഫോമാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, റിയൽ പാർട്ടിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഈ സൈഡിലുള്ള റിയൽ ആരാ, എക്സ് ഈക്വൽ ടു ഈ സൈഡിലുള്ള റിയൽ ആരാ, യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. റിയൽ പാർട്ടിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു, എക്സ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിന് എഴുതി. അതേപോലെ ഇവിടെയുള്ള ഇമാജിനറി പാർട്ട് ആരാ, വൈ. ഇവിടെ ഐൻ്റെ കൂടെയുള്ള ആളാരാ, മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. എക്സ് ഒരു ഇക്വേഷൻ ഇത് കിട്ടി, എക്സിനും വൈക്കും ഓരോ എക്സ്പ്രഷൻ കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇതിന് ഇക്വേഷൻ നമ്പർ 2 എടുത്തു. ഇനി നമ്മൾ 4 കേസുകൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ആദ്യം എടുക്കുന്ന കേസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്ക് യുവിനും വിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് സെറ്റ് പ്ലെയിനിലുള്ള എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയി ഡബ്ല്യു പ്ലെയിനിലുള്ള യുവിനും വിയിലുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് പ്ലെയിനിലുള്ള ഒരു 4 കേസ് കൺസിഡർ ചെയ്യും. ആ കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു പ്ലെയിനിൽ ആരാണ് ഉള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്ന കേസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു സി. അതായത് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താ, അത് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇൻ സെറ്റ് പ്ലെയിൻ ആണ്. എക്സും വൈയും വന്നു കഴിഞ്ഞാൽ അത് സെറ്റ് പ്ലെയിനിലുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ യുവും വിയും വന്നു കഴിഞ്ഞാൽ അത് ഡബ്ല്യു പ്ലെയിനിലുള്ള ആൾക്കാരും ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു സി, എക്സിൻ്റെ ഡിഗ്രി 1 ആണ്,
ഇതിപ്പോൾ ഏത് ഫോമുല? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അങ്ങനെയുള്ള ഫോമിലല്ലേ? ഡിഗ്രി 1 ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതെങ്ങനെ വരക്കുക? എക്സ് വൈ ആക്സിസ് വരക്കുക. എക്സിൽ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. y ഏത് വാല്യൂ വന്നാലും ഇപ്പം C0, C1, C2 y മാറിക്കൊണ്ടിരുന്നാലും C-1 y ഏത് വാല്യൂ മാറിയാലും x എപ്പോഴും എന്താ? C തന്നെ. അപ്പോൾ C0 എന്ന് പറയുമ്പം ഇവിടെ വരും. C1 വന്നാൽ എന്താ? C1 വന്നാൽ ഇവിടെ വരും. C1 1ന് കറസ്പോണ്ട്. C0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്, C1 ഇവിടെ, C2 ഇവിടെ, C-1 ഇവിടെ, ഇങ്ങനെ. അപ്പം എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാരലൽ ടു y ആക്സിസ്. y ആക്സിസിനെ പോലെ തന്നെയുള്ള ഒരാളല്ലേ കിട്ടിയത്. അപ്പോൾ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇൻ സെഡ് പ്ലെയിൻ ആയിരിക്കും. അത് പാരലൽ ടു y ആക്സിസ് ആയിരിക്കും. എക്സിനാണല്ലോ ഇവിടെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ എക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആര് മാത്രം? എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുക. എക്സ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? സി. അപ്പോൾ ഈ എക്സിനെ മാറ്റിയിട്ട് സി ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഈ അടിയിലുള്ള ഡിനോമിനേറ്ററിലുള്ള ആളെ സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പോൾ ഈ അടിയിലുള്ള യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിന് സിൻ്റെ കൂടെ വരുമ്പം സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു യു എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക? ഈ യുവിനെയും കൂടെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയി. ഇത് പ്ലസ് യു ആണല്ലോ, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി? മൈനസ് യു ആവും. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, സർക്കിളിന് ജനറലായിട്ട് 3 ഇക്വേഷൻസ് ഉണ്ട്. ജനറൽ ഫോം ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. സർക്കിൾ ഒന്നാമത്തേത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, ഇതൊരു ഫോം. രണ്ടാമതൊരു ഫോം എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് ഇത് ഈ മേലെ എഴുതിയത് സെൻറ്റർ 0, 0യും റേഡിയസ് 6ഉം ആയിട്ടുള്ള സർക്കിളാണ്. ഇവിടെ വരുമ്പം സെൻറ്റർ എച്ച് കെയും റേഡിയസ് 6ഉം ആയിട്ടുള്ള സർക്കിളാണ്. ഇത് കൂടാണ്ട് ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് ഡി ഈക്വൽ ടു 0. ഇത് സർക്കിളിൻ്റെ മൂന്നാമതുള്ള വേറൊരു ഇക്വേഷനാണ്. ഇനി ഇത് നോക്കി, ഇതിപ്പോൾ ഏത് ഫോമില? സി യു സ്ക്വയർ പ്ലസ് സി വി സ്ക്വയർ മൈനസ് യു ഈക്വൽ ടു 0 എന്നാണല്ലോ. ഇത് നോക്കുമ്പോൾ നോക്ക്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ, പിന്നെ ഈ ടേമും 0 ആയി, പിന്നെ ലാസ്റ്റുള്ള കോൺസ്റ്റൻറ്റ് ഈ കോൺസ്റ്റൻറ്റും ഇതും 0 ആയി. ഈ 2gx ആണ് ഇവിടെയുള്ള ഈ ആൾ. അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണെന്ന് കിട്ടും. അപ്പോൾ എന്ത് പറയാം? ദെർഫോർ ക്ലിയർലി ഇറ്റ് ഈസ് എ സർക്കിൾ എന്ന് പറയാം. ഇൻ ഏത് പ്ലെയിന്? എക്സിനും വൈക്കും പകരം ഇവിടെ ആരാ ഉള്ളത്? യുവും വിയും വന്നു കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കണം? ഡബ്ല്യു പ്ലെയിനിലുള്ള ഒരു സർക്കിളായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു സർക്കിളാണ് കിട്ടി. അതായത് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്തായി ഇതെവിടെയില്ല? സെറ്റ് പ്ലെയിനിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എന്തായി മാറി എന്നുള്ള കാര്യം നമ്മൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണം. അപ്പോൾ എക്സ് ഈക്വൽ ടു സി, എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ സെറ്റ് പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സർക്കിൾ. ഇനിയിപ്പോൾ എന്താ കിട്ടിയത് എന്ന് അറിയില്ലെങ്കിൽ ആ കിട്ടിയ സാധനം എന്താണോ അത് അതുപോലെ എഴുതാം. ട്രാൻസ്ഫോംഡ് ഇൻ ടു യു സ്ക്വയർ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ഈക്വൽ ടു 0 ഇൻ ഡബ്ല്യു പ്ലെയിൻ അണ്ടർ ഡബ്ല്യു ഈക്വൽ ടു 1/z. ഈ കാര്യം എഴുതി വെച്ചാൽ മാത്രം മതി. എന്തിൻ്റെ ഇപ്പോൾ സർക്കിളാണോ എന്താ കിട്ടിയെന്ന് നമുക്ക് പറയാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇയാൾ എന്തായാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് എന്താണ് എന്നുള്ളത്. എക്സ് ഈക്വൽ ടു സി സ്ട്രെയിറ്റ് ലൈൻ ഇൻ സെറ്റ് പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ഈക്വൽ ടു 0 ഇൻ ഡബ്ല്യു പ്ലെയിൻ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ
W ഈക്വൽ ടു 1/z. ഇപ്പം x ഈക്വൽ ടു c ചെയ്തല്ലോ. ഇനി കേസ് 2 എന്ന് പറയുന്നത് y ഈക്വൽ ടു c. y ഈക്വൽ ടു c എന്ന് പറയുന്നതും സെയിം തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഇൻ സെറ്റ് പ്ലെയിൻ ആയിരിക്കും. നേരത്തെ നമ്മൾ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എടുത്തതെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് y ഈക്വൽ ടു c എന്ന് പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു c ആണല്ലോ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? u ഉം v എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻ, x ഉം y എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ y ഈക്വൽ ടു ആണ് c കൊടുക്കുന്നത്. അപ്പോൾ y ഉള്ള ഇക്വേഷൻ ഏതാ? ഇത് y ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എടുത്തു. y ഈക്വൽ ടു c. അപ്പോൾ c ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? മറ്റേ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ c ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു മൈനസ് വി എന്ന് വരും. ഈ മൈനസ് വിനെ ഈക്വൽ ടു ഇപ്പുറം എടുക്കുമ്പോൾ എന്ത് വരും? c ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് വി ഈക്വൽ ടു 0. ഇതും നേരത്തെ കിട്ടിയ പോലെ തന്നെ സെയിം എന്താണ്? ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് കിട്ടും. ക്ലിയർലി ഇറ്റ് ഈസ് എ സർക്കിൾ ഇൻ W പ്ലെയിൻ കിട്ടും. Therefore y ഈക്വൽ ടു c, എ സ്ട്രെയിറ്റ് ലൈൻ in set plane is transformed into a circle. ഇക്വേഷൻ എഴുതാം. സർക്കിൾ c ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് വി ഈക്വൽ ടു 0 ഇൻ W പ്ലെയിൻ അണ്ടർ W ഈക്വൽ ടു 1/z. അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്നും കൂടെ എഴുതാം. ഇത്ര എഴുതിയ രണ്ട് കേസായി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ കേസ് 3 എടുക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ സി. എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പം ഇതിലാണ് എക്സ് വൈ പ്ലെയിൻ എടുത്തു. എക്സ് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ ഉള്ളത്. അതായത് സി എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ സിനേക്കാളും കൂടുതലാണ് എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു റീജിയനാണ് വരിക. അതായത് ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും അത്. എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പോൾ ഹാഫ് പ്ലെയിൻ ഇൻ സെറ്റ് പ്ലെയിൻ എന്ന് പറയും. സെറ്റ് പ്ലെയിനിലുള്ള ഒരു ഹാഫ് പ്ലെയിൻ ആണ് ഈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സി ആണല്ലോ. എക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? എക്സ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക? എക്സ് ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ എക്സിന് പകരം എന്ത് ചെയ്യുക? യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി.